ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പുതിയൊരു അധ്യായമാണ്. അധ്യായത്തിന്റെ പേര് സമാധാനവും സുരക്ഷിതത്വവും. സമാധാനവും സുരക്ഷിതത്വവും എന്നുള്ള അധ്യായമാണ്. ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, രാജ്യത്ത് നമുക്ക് കൃത്യമായിട്ട് സമാധാന അന്തരീക്ഷം ഉണ്ടായിരിക്കണം, അതുപോലെ ഓരോ വ്യക്തികൾക്കും സുരക്ഷിതത്വം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് സമാധാനവും സുരക്ഷിതത്വവും നമുക്ക് നൂതന ആശയങ്ങൾ ഉപയോഗിച്ച് ഏതൊക്കെ തരത്തില് സമാധാനവും സുരക്ഷിതത്വവും ഇന്ത്യയിൽ നടപ്പിലാക്കാം, അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നടപ്പിലാക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് എന്താണ് സമാധാനം എന്നുള്ളതാണ്. വ്യക്തികളെ, സ്ഥാപനങ്ങളെ, അതുപോലെ ദേശങ്ങളെ, രാഷ്ട്രങ്ങളെ, ലോകം ഇവക്കൊക്കെ ഭീഷണി ഇല്ലാതെ മുന്നോട്ട് പോവാൻ ഭരണപരമായിട്ടും എല്ലാ ജീവിത സാഹചര്യങ്ങളിലും ഭരണപരമായിട്ടും എല്ലാം മുന്നോട്ട് പോവാൻ കൃത്യമായിട്ട് ഒരു അവസ്ഥ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് സമാധാനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പറയാം, വ്യക്തികൾക്ക്, സ്ഥാപനങ്ങൾക്ക്, ഓരോ ദേശങ്ങൾക്ക്, രാഷ്ട്രങ്ങൾക്ക്, ലോകത്തിന് തന്നെ മുന്നോട്ട് പോവാൻ എല്ലാ വിധത്തിലുള്ള സമാധാന അന്തരീക്ഷത്തോടു കൂടി മുന്നോട്ട് പോവാനുള്ള ഒരു സാഹചര്യത്തെയാണ് നമ്മൾ സമാധാനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ സമാധാനത്തെ അറിയുന്നത് ശരിക്കും നമുക്ക് സാമൂഹികമായിട്ടും അതുപോലെ ദേശീയം, അന്തർദേശീയം എന്നീ തലങ്ങളിലൊക്കെ നമുക്ക് സമാധാനത്തെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. വ്യക്തികളുടെയും സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും വികസനം, അതായത് വികാസമാണ് ഇതിലൂടെ ഉറപ്പുവരുത്തുന്നത്. അതുപോലെ പരസ്പരമുള്ള വിദ്വേഷങ്ങള് ഇതൊന്നും ഇല്ലാത്ത ഒരു സാമൂഹിക അന്തരീക്ഷത്തെയാണ് നമ്മൾ സമാധാനം എന്ന് പറയുന്നത്. അപ്പൊ സമാധാനം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി അടുത്തത് നമുക്ക് പറയാനുള്ളത് എന്താണ് സുരക്ഷിതത്വം. എന്താണ് സുരക്ഷിതത്വ ബോധം എന്നുള്ളതാണ്. ഭദ്രമായിട്ടുള്ള ഒരവസ്ഥ അല്ലെങ്കിൽ ഭയരഹിതരായിട്ടുള്ള ഒരു സാഹചര്യമാണ്. ഭയരഹിതരായിട്ട് ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷത്തെയാണ് നമ്മൾ സുരക്ഷിതത്വ ബോധം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ കിട്ടുന്ന ഒരു അനുഭവമാണ് സുരക്ഷിതത്വം. അത് നമുക്ക് എല്ലാവരിൽ നിന്നും കിട്ടേണ്ടതാണ്. അത് നമുക്ക് കൃത്യമായിട്ട് രാജ്യം ഓരോ വ്യക്തികൾക്കും ഒരു സുരക്ഷിതത്വ ബോധം നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഭരണഘടനയിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് കാണാവുന്നതാണ്. ഒരു വ്യക്തിയുടെ, സ്ഥാപനത്തിന്റെ, അതുപോലെ പ്രദേശത്തിന്റെ, രാഷ്ട്രത്തിന്റെ, ലോകത്തിന്റെ അതിൻ്റെയൊക്കെ ഒരു ഭദ്രതയെയാണ് നമ്മൾ സുരക്ഷിതത്വം എന്ന് പറയുന്നത്. ഇവർക്കൊന്നും പുറമെ നിന്നുള്ള അക്രമങ്ങളോ, വ്യക്തികൾക്കാണെങ്കിലോ മറ്റു വ്യക്തികളിൽ നിന്നുള്ള അക്രമങ്ങളോ, രാഷ്ട്രത്തിനാണെങ്കിൽ മറ്റു പുറമെ നിന്നുള്ള രാഷ്ട്രങ്ങളുടെ അക്രമങ്ങളോ ഒന്നുമില്ലാതെ ഭയരഹിതരായിട്ട് ജീവിക്കാനുള്ള ഒരു അധികാരത്തെയാണ് സുരക്ഷിതത്വ ബോധം എന്ന് പറയുന്നത്. അതുപോലെ അപകടകരമായിട്ടുള്ള വല്ല ഭീഷണികളിൽ നിന്നൊക്കെയുള്ള സുരക്ഷിതത്വ ബോധത്തെയാണ് നമ്മൾ സുരക്ഷിതത്വം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരമ്പരാഗതമായിട്ട് നമുക്ക് കിട്ടിപ്പോരുന്നതാണ് ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തെ ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ സൈനികമായ നടപടികളോ അത്തരത്തിലുള്ള സംശയങ്ങളൊക്കെ തോന്നുകയാണെങ്കിൽ അതൊരു അപകടകരമായിട്ടുള്ള സാഹചര്യമാണ് അവിടെ ഉണ്ടാക്കുന്നത്. അങ്ങനെയാണ് പല രാജ്യങ്ങളും പല രാഷ്ട്രങ്ങളും തമ്മിൽ യുദ്ധങ്ങളൊക്കെ നടക്കുന്നത്. അപ്പൊ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യ അവസ്ഥയെയാണ് നമ്മൾ സുരക്ഷിതത്വ ബോധം എന്ന് പറയുന്നത്. അത് നമുക്ക് പരമ്പരാഗതമായിട്ട് കിട്ടിപ്പോരുന്നതാണ്. അതില്ലാത്ത ഒരു സാഹചര്യം വരുമ്പോഴാണ് സമാധാനവും സുരക്ഷിതത്വവും ഒക്കെ ഇല്ലാതായി മാറുന്നത്. ഇതൊരു രാജ്യത്തിന്റെ പരമാധികാരത്തെയും അതുപോലെ സ്വാതന്ത്ര്യത്തെയും അഖണ്ഡതയെയും എല്ലാം ബാധിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു രാജ്യത്തിന് സമാധാനവും സുരക്ഷിതത്വവും അത്യാവശ്യമാണ് എന്ന് പറയുന്നത്. അതിന്റെ ഒരുപാട് നൂതനമായിട്ടുള്ള ഒരുപാട് ആശയങ്ങൾ വരുന്നുണ്ട്. അത് സാമൂഹിക സാമ്പത്തിക വികസനത്തിന്റെയും മനുഷ്യന്റെ നന്മ ഒരു വ്യവസ്ഥയായിട്ട് സുരക്ഷിതത്വ ബോധം അല്ലെങ്കിൽ സമാധാനം എന്നൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊക്കെ പുതിയ ഒരു ആശയമാണ്. കാരണം ഓരോ ജനങ്ങളും അവരുടേതായ രീതികളിൽ അവർക്ക് ജീവിക്കാനും അവരുടെ ആവശ്യങ്ങളും ഇഷ്ടങ്ങളും ചെയ്യാനും ഒക്കെയുള്ള ഒരു സമാധാനത്തോടു കൂടി ചെയ്യാനും ജീവിക്കാനും ഉള്ള ഒരു സുരക്ഷിതത്വ ബോധം അവർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണ് എല്ലാ കാര്യങ്ങളും
നടത്തുന്നത്. അത് സമാധാനത്തിന്റെയും സുരക്ഷിതത്തിന്റെയും ഒരു പുതിയ സങ്കല്പമായിട്ടാണ് പറയുന്നത്. ഇതാണ് നൂതന ആശയങ്ങൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുതിയ ആശയങ്ങളാണ് അതെല്ലാം. ആദ്യ കാലഘട്ടങ്ങളില് ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാത്ത ഒരു കാലഘട്ടമായിരുന്നു. അതിൽ നിന്നെല്ലാം മാറി നൂതന ആശയങ്ങൾ വരുന്നതോടുകൂടി ജനങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു, അതായത് മനുഷ്യർക്ക് അവരുടെ സുരക്ഷിതത്വ ബോധം എത്രമാത്രം കിട്ടേണ്ടതുണ്ട് എന്നുള്ളത് എല്ലാവരും ബോധവാന്മാരായിട്ടുണ്ട്. അതാണ് നൂതന ആശയങ്ങൾ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ പലതരത്തിലുള്ള ഭീഷണികള് സുരക്ഷയെയും സമാധാനത്തെയും ഇല്ലാതാക്കുന്നുണ്ട്. അതെന്തെല്ലാമാണ് എന്ന് നമുക്കിനി നോക്കാം. അതാണ് ഫസ്റ്റ് പറയുന്നത് ഭീകര പ്രവർത്തനങ്ങൾ. നമ്മൾക്ക് അറിയുന്നതാണ് ഭീകരവാദങ്ങളും ഭീകര പ്രവർത്തനങ്ങളൊക്കെ ഇന്ന് നമ്മുടെ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലൊക്കെ കൃത്യമായിട്ട് നടക്കുന്നത് നമ്മൾ സ്ഥിരമായി പത്രങ്ങളിലൂടെയൊക്കെ വായിച്ച് കേട്ട് നമുക്ക് പരിചയമുള്ളതാണ്. അതുപോലെ സായുധ കലാപങ്ങൾ, ചെറിയ ചെറിയ കലാപങ്ങൾ നടക്കുന്നത്. ഇത് രാഷ്ട്രങ്ങൾ തമ്മിലായിരിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രത്തിനകത്ത് തന്നെ ആയിരിക്കാം, ചില വർഗങ്ങൾ തമ്മിലായിരിക്കാം, ഇങ്ങനെ വരുന്ന ചില സംഘടനകൾ തമ്മിലായിരിക്കാം. ഇങ്ങനെ വരുന്ന ഒരുപാട് കലാപങ്ങളും സായുധ കലാപങ്ങളും അതുപോലെ കൂട്ടക്കൊലകൾ നടക്കുന്നത്, മനുഷ്യാവകാശ നിഷേധങ്ങളുണ്ട്, അതുപോലെയുള്ള ചില പകർച്ചവ്യാധികള്, പിന്നെ മയക്കുമരുന്നിന്റെ വ്യാപാരം, പ്രകൃതി വിഭവങ്ങളുടെ ഉപയോഗം, ചൂഷണം ചെയ്യുക, ഇതെല്ലാം മനുഷ്യന്റെ സമാധാനത്തെയും സുരക്ഷിതയെയും കൂടുതലും ബാധിക്കുന്നുണ്ട്. ഇതെല്ലാം ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഇതെല്ലാം മനുഷ്യന്റെ സമാധാനവും സുരക്ഷിതത്വ ബോധവും ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് സമാധാനവും സുരക്ഷിതത്വവും, അതായത് ജനാധിപത്യ വികസനം തമ്മിൽ എങ്ങനെയൊക്കെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇവ തമ്മിൽ നല്ല ബന്ധമുണ്ട്. സമാധാനവും സുരക്ഷിതത്വവും ഉള്ള ഒരു രാജ്യത്ത് മാത്രമാണ് അവിടെ ജനാധിപത്യ രീതിയിലുള്ള വികസനവും അല്ലെങ്കിൽ ജനാധിപത്യ രീതിയിലുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവ തമ്മിൽ ബന്ധമുണ്ട് എന്ന് പറയുന്നത്. ഈ സുരക്ഷിതത്വവും സമാധാനവും ഇല്ലാത്തിടത്ത് ജനാധിപത്യ പ്രവർത്തനങ്ങളൊന്നും കൃത്യമായിട്ട് നമുക്ക് നടത്താൻ സാധിക്കില്ല. സുരക്ഷിതത്വ ബോധം ഉണ്ടെങ്കിൽ മാത്രമാണ് അത്തരത്തിലുള്ള ഒരു ജനാധിപത്യ സംവിധാനം, ജനാധിപത്യ ഗവൺമെന്റ് സംവിധാനം കൃത്യമായിട്ട് നടക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ജനാധിപത്യവും വികസനത്തിനും ഒരു ബുദ്ധിമുട്ടാകുന്ന രീതിയിലായിരിക്കും സുരക്ഷിതത്വവും സമാധാനവും ഇല്ലാത്ത ഒരു രാജ്യത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ രാജ്യത്ത് സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്താൻ ഇന്ത്യൻ ഭരണഘടന ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടന കൃത്യമായിട്ട് മനുഷ്യന്റെയും അല്ലെങ്കിൽ ലോകത്തിന്റെയും അല്ലെങ്കിൽ രാജ്യത്തിന്റെയും പ്രദേശങ്ങളുടെയൊക്കെ സുരക്ഷിതത്വവും അതുപോലെ അതിന്റെ സംരക്ഷണവും അല്ലെങ്കിൽ സമാധാനവും കൃത്യമായിട്ട് എങ്ങനെ കിട്ടണം ഓരോ പ്രദേശങ്ങൾക്കും എന്നുള്ളത് കൃത്യമായിട്ട് അവര് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അത് അധികാര കേന്ദ്രീകരിക്കുന്നത് ശരിക്കും ഒഴിവാക്കണം. ഇന്ത്യയില് ഒരു വിഭാഗങ്ങളിൽ മാത്രം അധികാരം കേന്ദ്രീകരിക്കുന്നത് ഒഴിവാക്കണം എന്നുള്ളതാണ് ഭരണഘടന പറയുന്നത്. കൃത്യമായിട്ട് ഒരു ഫെഡറൽ സമ്പ്രദായ രീതിയിലുള്ള ഭരണമാണ് ഇന്ത്യയിൽ നടപ്പാക്കേണ്ടത്. അതായത് ഗ്രാമങ്ങളിലെ, നഗരങ്ങളിലെ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ, അങ്ങനെ വരുന്ന എല്ലാ കാര്യങ്ങളിലും, എല്ലാ പ്രദേശങ്ങളിലും അല്ലെങ്കിൽ എല്ലാ തട്ടുകളിലും ഭരണം നടക്കണം എന്നുള്ളതാണ്. അങ്ങനെയാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ രാജ്യത്തിന്റെ സമാധാനം ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചില നിർദ്ദേശങ്ങളുണ്ട്. അത് അന്തർദേശീയവും സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അതുപോലെ രാഷ്ട്രങ്ങൾ തമ്മിൽ നീതിയുക്തമായിട്ടുള്ള ഒരു ബന്ധം പുലർത്തണം. രാഷ്ട്രങ്ങൾ തമ്മിലും ഒരു നീതിപരമായിട്ടുള്ള ബന്ധമാണ് പുലർത്തേണ്ടത്. അതുപോലെ അടുത്തത് പറയുന്നത് അന്തർദേശീയ നിയമങ്ങളോട് ആദരവ് കൽപ്പിക്കണം എന്നുള്ളതാണ്. അത് പരസ്പരം ഉള്ള കരാറുകളൊക്കെ ഉണ്ടായിരിക്കും. ചില രാജ്യങ്ങൾ തമ്മിൽ, ചില പ്രദേശങ്ങൾ തമ്മിൽ, ചില സംസ്ഥാനങ്ങൾ തമ്മിലൊക്കെ ചില കരാറുകളൊക്കെ ഉണ്ടായിരിക്കും. ഈ കരാറുകളൊക്കെ കൃത്യമായിട്ട് നിയമപരമായിട്ട് അവരത് പാലിച്ചിരിക്കണം എന്നുള്ളതാണ്. പിന്നെ മധ്യസ്ഥതയിലൂടെ അന്തർദേശീയ തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കുക. ചില രാജ്യങ്ങൾ തമ്മിൽ ചില അന്തർദേശീയ തർക്കങ്ങൾ ഉണ്ടായിരിക്കാം. അതെല്ലാം ചില ഉടമ്പടികളിലൂടെയോ അങ്ങനെയുള്ള
കാര്യങ്ങളിലൂടെ അത് തീർപ്പ് കൽപ്പിക്കണം. അങ്ങനെയുള്ള തീർപ്പ് കൽപ്പിക്കാതെ ഇരുന്നാൽ ആണ് സമാധാനവും സംരക്ഷണവും ഒക്കെ ഇല്ലാതായിരിക്കുക. അപ്പോഴാണ് യുദ്ധങ്ങളും കലാപങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് എന്നുള്ളത്. അതിൽ നമുക്ക് പറയാനുള്ളത് അന്തർദേശീയ തലത്തില് അല്ലെങ്കിൽ അന്തർദേശീയ സമാധാനവും സുരക്ഷയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കുറെ നയങ്ങള് ഇന്ത്യ സ്വീകരിച്ചിരുന്നു. അന്തർദേശീയ തലങ്ങളിലുള്ള എല്ലാ സുരക്ഷയും ഉണ്ടാകാൻ വേണ്ടി ഗവൺമെന്റ് സംവിധാനങ്ങളിൽ ഒരുപാട് പ്രോത്സാഹനങ്ങൾ ഇന്ത്യയിൽ നടത്തിയിട്ടുണ്ട്. അതുപോലെ അതിനു വേണ്ടി അവർ ചെയ്തത് വിവേചനങ്ങള്, അതുപോലെ അവഗണനകള് തുടങ്ങിയ തോന്നലുകളൊക്കെ അവര് ഇല്ലാതാക്കിയിരുന്നു. അതെല്ലാം അസംതൃപ്തി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അതൊന്നും രാജ്യത്ത് സുരക്ഷയോ സമാധാനമോ ഉണ്ടാക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് രാഷ്ട്രീയ കലാപങ്ങളിലേക്കും അതുപോലെ സമാധാനം ഇല്ലാത്ത ഒരു അന്തരീക്ഷത്തിലേക്കും സമാധാനത്തിന് ഭീഷണിയാകുന്ന കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ അത്തരം കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിരുന്നു. ഒരു പ്രത്യേക വിവേചനമോ അല്ലെങ്കിൽ ഒരു അവഗണനയോ ഇന്ത്യ ആരോടും കാട്ടിയിരുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യയിൽ സമാധാനത്തിനും സുരക്ഷക്കുമുള്ള ചില ഭീഷണികൾ, അതാണ് ഇനി പറയുന്നത്. ജനാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ അവര് ചില പ്രകടനങ്ങള്, പണിമുടക്കുകള്, ബന്ദുകള്, ഹർത്താലുകള്, സമരങ്ങള് ഇതെല്ലാം അവര് കൊണ്ടുവരും. ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഇത്തരത്തിലുള്ള സർക്കാരിനെതിരായിട്ടുള്ള സമരങ്ങളും ബന്ദുകളും പണിമുടക്കുകളൊക്കെ സ്ഥിരമായി നമ്മൾ കാണുന്നതാണ്. അത് ജനങ്ങള് അവരുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കാൻ വേണ്ടി അവരുടെ ഭാഗത്ത് നിന്ന് ചില പ്രകടനങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇതിലൂടെയൊക്കെ ജനാധിപത്യ രീതിയിലുള്ള ഒരു ഭരണ സംവിധാനം ഇന്ത്യയിൽ കൃത്യമായിട്ട് നടത്താൻ സാധിക്കും. കാരണം ജനങ്ങള് ഗവൺമെന്റ് ഏത് ഗവൺമെന്റ് സംവിധാനമാണെങ്കിലും അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അനുകൂലിക്കാനും അവർ ചെയ്യുന്ന ചില മോശം കാര്യങ്ങളെ എടുത്തു പറയാനും ജനങ്ങൾ തയ്യാറാവും. അപ്പോഴാണ് നമ്മൾ ജനാധിപത്യ രീതിയിലുള്ള ഭരണ സംവിധാനം എന്ന് പറയുന്നത്. ജനങ്ങൾക്കാണ് എപ്പോഴും മുൻഗണന ഉണ്ടായിരിക്കുക. അങ്ങനെ ജനാധിപത്യ രീതിയിലുള്ള ഭരണ സംവിധാനത്തിന് ചില സുരക്ഷാ ഭീഷണികളും ഉണ്ടാവുന്നുണ്ട്. അതും ജനങ്ങള് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കാറുണ്ട്. അങ്ങനെ രാജ്യത്ത് സുരക്ഷാ ഭീഷണികളായി വരുന്ന കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത്. അതാണ് ഭീകര പ്രവർത്തനങ്ങള്. ഭീകര പ്രവർത്തനങ്ങള് അവിടെ ഉണ്ടാവാറുണ്ട്. അതായത് നമുക്ക് അറിയുന്നതാണ് ഭീകര പ്രവർത്തനങ്ങൾ എന്താണ് എന്നുള്ളത്. അത് രാജ്യത്തിന്റെ സുരക്ഷക്കും അതിന്റെ സമാധാനത്തിനും എതിരായിട്ടുള്ള ഒരു വലിയ ഭീഷണിയായിട്ടാണ് നമ്മൾ ഭീകര പ്രവർത്തനങ്ങളെ കാണുന്നത്. ഈ ഭീകര പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ടാവാം. അതുപോലെ വിദേശ രാജ്യത്ത് നിന്ന് പരിശീലനം ലഭിച്ചിട്ടുള്ള ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളും ഉണ്ടാവും. സ്വന്തം രാജ്യത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് അവരത് ചെയ്യുന്നത്. എന്നാലും അവർക്ക് അത്തരത്തിലുള്ള പരിശീലനങ്ങൾ ലഭിച്ചിട്ടുണ്ടാവുക മറ്റു രാജ്യങ്ങളിൽ നിന്നായിരിക്കാം. ആ മറ്റു രാജ്യങ്ങളിൽ നിന്ന് അവർക്ക് പരിശീലനം കൊടുക്കുകയും അതേ വ്യക്തികൾ തന്നെ ഇവിടെ ഭീകരവാദങ്ങള്, ഭീകര പ്രവർത്തനങ്ങള് നടത്തുകയും ചെയ്യും. അത് ഇന്ത്യയുടെ ജനാധിപത്യ രീതിയിലുള്ള ഒരു ഭരണ സംവിധാനത്തിന് വളരെയധികം ഭീഷണിയായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ഭീകര പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ്. ഭീകര പ്രവർത്തനങ്ങൾ അതാണ് നമുക്ക് ഉള്ള ഏറ്റവും വലിയ ഒരു ഭീഷണിയായിട്ട് പറയുന്നത്. ഇത്തരം കലാപങ്ങളും കൂട്ടക്കൊലകളൊക്കെ രാജ്യത്തിന്റെ സമാധാനം ഇല്ലാതാക്കുക എന്നല്ലാണ്ട് പ്രത്യേകിച്ച് പുരോഗതികളോ വികസനങ്ങളോ ഒന്നും നമുക്ക് കൊണ്ടുവരുന്നില്ല. ഇനി രണ്ടാമതായിട്ട് പറയുന്നതാണ് സായുധ കലാപങ്ങള്. അതായത് അധികാര കേന്ദ്രത്തിനോ ഗവൺമെന്റിനോ എതിരായിട്ടുണ്ടാകുന്ന കലാപങ്ങളാണ്. അധികാര കേന്ദ്രത്തിനോ ഗവൺമെന്റിനോ എതിരായിട്ട് ആയുധമെടുത്ത് കലാപം നടത്തുന്നതാണ് ആയുധ കലാപങ്ങളെ അല്ലെങ്കിൽ സായുധ കലാപങ്ങളെ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്നതാണ് ജമ്മു കാശ്മീർ, ആസാം, മിസോറാം, നാഗാലാൻഡ് എന്നീ പ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ സ്ഥിരമായി നടക്കുന്നത് നമ്മൾ പത്രങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോ ഇവിടെയുള്ള ആളുകളൊക്കെ ഗവൺമെന്റിനോ അല്ലെങ്കിൽ ഗവൺമെന്റ് സംവിധാനത്തിനോ എതിരായിട്ട് ആയുധമെടുക്കുന്ന ഒരു സംവിധാനമാണ്. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ സ്വന്തം രാജ്യത്തിനകത്ത് തന്നെ ഇത്തരത്തിലുള്ള സായുധ കലാപങ്ങൾ നടന്നു കഴിഞ്ഞാൽ രാജ്യത്തിന് തന്നെ അത് ഭീഷണിയായിട്ടാണ് വരുന്നത്.
ഇങ്ങനെയുള്ള സംഘർഷങ്ങളെല്ലാം നമ്മൾ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ് നമുക്ക് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇവരെല്ലാം ഇന്ത്യക്കാരാണെങ്കിലും വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടു കൂടിയാണ് ഇവര് ഇത്തരത്തിലുള്ള കലാപങ്ങളൊക്കെ നടത്തുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ഭീകരവാദം, ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നത് പുറമെ നിന്നുള്ള മറ്റു രാജ്യങ്ങളുടെ സഹായങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ പരിശീലനങ്ങൾ കിട്ടിയവരുണ്ടായിരിക്കാം. ഇതോ അത് തന്നെയാണ് സംഭവിക്കുന്നത്. സായുധ കലാപങ്ങളൊക്കെ നടത്തുന്നത് അവർക്ക് പുറമെ നിന്ന് ആയുധങ്ങൾ കൊടുക്കാന്, അല്ലെങ്കിൽ അവർക്ക് അത്തരത്തിലുള്ള പരിശീലനങ്ങൾ കൊടുക്കാൻ ആളുകളുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കുന്നുണ്ട്. അടുത്തതാണ് നക്സലൈറ്റ് പ്രസ്ഥാനം. ഈ പ്രസ്ഥാനം ഉണ്ടാകുന്നതിന്റെ കാരണം സമൂഹത്തിനിടയിൽ ഉണ്ടാകുന്ന ചില അതൃപ്തികളാണ്, ചില ആശയക്കുഴപ്പങ്ങളാണ്. അതായത് ഗവൺമെന്റിന്റെ ചില നടപടികളോ അല്ലെങ്കിൽ സമൂഹത്തിനിടക്ക് തന്നെയുള്ള അവരുടെ ചില അനിഷ്ടങ്ങളാണ്. അവർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം. അതോടുകൂടിയാണ് അവർക്ക് ഒരു വിദ്വേഷം ഉണ്ടാകുകയും അവരത് കലാപങ്ങളായിട്ട് പുറപ്പെടുവിക്കുകയും ചെയ്യുന്നത്. ഈ സംഘടനയുടെ ഭാഗമാകുന്നത് പട്ടികജാതിക്കാര്, പട്ടികവർഗക്കാര്, ദളിത് വിഭാഗക്കാര്, ഇവരൊക്കെയാണ് ഈ നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളിൽ ഉണ്ടാവുന്നത്. പട്ടികജാതിക്കാര്, പട്ടികവർഗക്കാര്, ദളിത് വിഭാഗം, ഇവര് ശരിക്കും സമൂഹത്തിലെ പിന്നോക്ക വിഭാഗങ്ങളായിട്ട് കാണുകയും അവരുടെ ചില ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയും കൂടി ആയിരിക്കാം അവർ ഇത്തരത്തിലുള്ള കലാപങ്ങളും പ്രക്ഷോഭങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അപ്പോ സമൂഹത്തിലെ ചില അതൃപ്തികൾ അവർ കാണുകയും അതിനെതിരെയാണ് അവർ പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഈ പിന്നോക്ക വിഭാഗങ്ങളെ സമ്പന്ന വിഭാഗത്തിന്റെയും ഭരണവർഗത്തിന്റെയും എതിരെ തിരിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. സമ്പന്ന വിഭാഗത്തിനും ഭരണവർഗത്തിനും എതിരെയായിട്ടാണ് ഈ നക്സലൈറ്റ് പ്രസ്ഥാനം അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗക്കാര് വരുന്നത്. അവർ പ്രക്ഷോഭങ്ങൾ അല്ലെങ്കിൽ കലാപങ്ങളൊക്കെ നടത്തുന്നത്. ഈ പ്രസ്ഥാനത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് പശ്ചിമ ബംഗാളിലായിരുന്നു. കേരളത്തിലും ചെറിയ തോതിലൊക്കെ ഇത്തരത്തിലുള്ള ആളുകള് ഉണ്ട്. നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളും നക്സലൈറ്റ് പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നവരുണ്ട്. ഈ സായുധ വിപ്ലവത്തിലൂടെ നമ്മള് സാമൂഹിക മാറ്റത്തിന് ഒരു തുടക്കം കുറിക്കുകയാണ് ചെയ്യുന്നത്. അവർ ശ്രമിക്കുന്നത് ഇവിടുത്തെ സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് അവരവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ശ്രമിക്കുന്നത്. അതിലൂടെ അവര് ഒരു നേട്ടം കാണുകയാണ്. അവർക്ക് സമൂഹത്തില് സ്ഥാനം കിട്ടാൻ വേണ്ടിയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയൊക്കെയാണ് ഈ നക്സലൈറ്റ് പ്രസ്ഥാനക്കാര് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അടുത്ത നമ്മൾ പറയുന്നത് ഇന്ത്യൻ വിദേശ നയത്തിന്റെ അടിസ്ഥാന ഉദ്ദേശ്യങ്ങളാണ്. ഇന്ത്യൻ വിദേശ നയത്തിന്റെ അടിസ്ഥാന ഉദ്ദേശ്യങ്ങൾ. അത് ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് നയപരമായിട്ടുള്ള രൂപീകരണങ്ങൾ. നയ രൂപീകരണത്തില് സ്വാതന്ത്ര്യം നിലനിർത്തുക എന്നുള്ളതാണ്. നയ രൂപീകരണത്തില് സ്വാതന്ത്ര്യം നിലനിർത്തുക. അടുത്തത് പറയുന്നത് അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും പ്രോത്സാഹിപ്പിക്കുക. അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും പ്രോത്സാഹിപ്പിക്കുക. നമുക്ക് അതിൽ നിന്നും കൂടുതലൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. അന്തർദേശീയ സമാധാനം എന്നാണ് മറ്റു രാജ്യങ്ങളുമായിട്ടും രാജ്യത്തിനകത്തും ഒക്കെ നമ്മൾ സമാധാനത്തോടെയും സുരക്ഷിതത്വ ബോധത്തോടെയും കൂടി നമ്മൾ ജീവിക്കുക. അതിനുവേണ്ടി നമ്മൾ പ്രോത്സാഹനങ്ങൾ കൊടുക്കുക. നമ്മൾ കുറച്ചു മുന്നേ പറഞ്ഞ ഈ ഭീകര പ്രവർത്തനങ്ങളെ, നക്സലൈറ്റ് പ്രസ്ഥാനങ്ങളെ, അങ്ങനെയുള്ള എല്ലാ കലാപങ്ങളും എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാക്കാനാണ് ശ്രമിക്കേണ്ടത്. കൂടുതലും സമാധാനവും സുരക്ഷയും കൊണ്ടുവരിക എന്നുള്ള കാര്യങ്ങളിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അത്തരത്തിലുള്ള ഒരു ജീവിത സാഹചര്യമാണ് രാജ്യത്തിനകത്ത് ഉണ്ടാക്കേണ്ടത്. അടുത്തത് മറ്റു രാജ്യങ്ങളുമായി, പ്രത്യേകിച്ച് അയൽ രാജ്യങ്ങളുമായിട്ടുള്ള നല്ല ബന്ധം സ്ഥാപിക്കുക. കൂടുതൽ പറയേണ്ടതില്ലല്ലോ. നമ്മൾ ഇന്ത്യ അയൽ രാജ്യങ്ങളുമായിട്ട് നല്ല ബന്ധത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ചില ഉടമ്പടികളൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാലും നല്ല രീതിയിലുള്ള ഒരു സമീപനമാണ് ഇന്ത്യ മറ്റു അയൽ രാജ്യങ്ങളോട് പുലർത്തിക്കൊണ്ടു പോകുന്നത്. അടുത്തത് ഐക്യരാഷ്ട്ര സംഘടനയെ പിന്തുടരുക. ഐക്യരാഷ്ട്ര സംഘടനയുടെ ചില നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക. അത് ഗവൺമെന്റ് സംവിധാനം അത്തരത്തിലാണ് പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് എങ്കിൽ നമുക്ക് ഇന്ത്യയിൽ നല്ല തരത്തിലുള്ള ഒരു നയപരമായിട്ടുള്ള
അടിസ്ഥാന ഉദ്ദേശങ്ങളിലുള്ള ഒരു പ്രത്യേകിച്ച് നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ് ഐക്യരാഷ്ട്ര സംഘടനയെ പിന്തുടരുക. ഐക്യരാഷ്ട്ര സംഘടനയുടെ പല നിർദ്ദേശങ്ങളും നമ്മൾ കൃത്യമായിട്ട് പാലിച്ചിരിക്കണം എന്നുള്ളതാണ്. അടുത്തത് നിരായുധീകരണം, കോളനിവൽക്കരണം വിരുദ്ധം, കോളനിവൽക്കരണ വിരുദ്ധം, അതുപോലെ സാമ്രാജ്യത്വ വിരുദ്ധം, വംശീയ വിരുദ്ധം, ഇതൊക്കെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതൊക്കെയാണ് അതിന്റെ പ്രധാന ഉദ്ദേശങ്ങളായിട്ട് പറയുന്നത്. നമ്മൾ ആയുധം എടുക്കാതിരിക്കുക, അതുപോലെ മറ്റു രാജ്യങ്ങളെ അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളെ കോളനിവൽക്കരിക്കാതിരിക്കുക, അതുപോലെ സാമ്രാജ്യത്വം ഇല്ലാതിരിക്കുക, ജനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജനാധിപത്യ രീതിയിലുള്ള ഭരണ സംവിധാനം കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് സമാധാനവും സന്തോഷവും സുരക്ഷിതത്വവും ഉണ്ടായിരിക്കുകയുള്ളൂ. അടുത്തത് വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ തമ്മിൽ സഹകരിക്കുക. വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം. ഈ ലക്ഷ്യങ്ങളൊക്കെ നേടുന്നതിന് വേണ്ടിയാണ് ഇന്ത്യ സ്ഥിരമായിട്ട് ചേരിചേരാ നയത്തില് പിന്തുടരുന്നത്. എന്താണ് ചേരിചേരാ നയം എന്നുള്ളതാണ് ഇനി നമുക്ക് പറയാനുള്ളത്. അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവാം എന്താണ് ചേരിചേരാ നയം. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ കേട്ടിട്ടും പഠിച്ചിട്ടൊക്കെ ഉള്ളതാണ്. അപ്പോ ഇങ്ങനെ വികസിച്ചു കൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണമാണ് നമ്മൾക്ക് വേണ്ടത്. അങ്ങനെയുള്ള വികസിച്ചുകൊണ്ടിരിക്കുന്ന പല രാജ്യങ്ങളെയും പ്രോത്സാഹിപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഇന്ത്യ ചെയ്യുന്ന പല കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാല് ഇത്തരത്തിലുള്ള സ്ഥിരമായിട്ട് ചേരിചേരാ നയമാണ് ഇന്ത്യ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എന്താണ് ചേരിചേരാ നയം എന്ന് നമുക്ക് പറയാം. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചതിന് ശേഷം രണ്ടാം ലോക രാജ്യങ്ങൾ, അതായത് രണ്ടാം ലോക രാജ്യങ്ങൾ എന്ന് പറഞ്ഞാല് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഒരുപാട് രാജ്യങ്ങൾ തകർന്നടിയുകയും എല്ലാ രാജ്യങ്ങളും അതിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഒരു കാലം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. ആ സമയങ്ങളില് ലോക രാജ്യങ്ങളെ അമേരിക്കയുടെ നേതൃത്വത്തിലും സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിലും അങ്ങനെ രണ്ട് ചേരികളായിട്ട് തിരിഞ്ഞിരുന്നു. കാരണം ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാല് രണ്ട് വൻ ശക്തികളായിരുന്നു അമേരിക്കയും USSR-ഉം. അതായത് സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ റഷ്യ. ഇതായിരുന്നു രണ്ട് പ്രധാന ശക്തികളായിട്ടുണ്ടായിരുന്നത്. അപ്പോ ആ യുദ്ധം നടന്ന ആ കാലഘട്ടങ്ങളില് എല്ലാ രാജ്യങ്ങളും, ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും ഏതെങ്കിലും ഒരു ചേരിയില് ചേർന്നിരിക്കും. ഒന്നുകിൽ USA-യുടെ കൂടെ, അല്ലെങ്കിൽ അമേരിക്കയുടെ കൂടെ, അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന്റെ കൂടെ. എന്നാൽ മാത്രമാണ് അവർക്ക് നിലനിൽപ്പുണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ്. ഈ കാലഘട്ടത്തില് രണ്ടു ചേരികൾ തമ്മിൽ ശീതകാല സമര കാലഘട്ടം എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ശീതകാല സമര കാലഘട്ടം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇങ്ങനെ രണ്ടു ചേരികൾ തിരിഞ്ഞുള്ള ഒരു കാലഘട്ടത്തെ. അങ്ങനെ പാശ്ചാത്യം, പൗരസ്ത്യം എന്നീ രണ്ട് വിരുദ്ധ ധ്രുവങ്ങളായി ലോകം തന്നെ മാറി. പാശ്ചാത്യ രാജ്യങ്ങളെന്നും പൗരസ്ത്യ രാജ്യങ്ങളെന്നും തരത്തിലുള്ള രണ്ട് ധ്രുവങ്ങളായി മാറി. ഈ രണ്ട് വൻ ശക്തികൾക്ക് താഴെയായിരുന്നു ബാക്കി എല്ലാ രാജ്യങ്ങളും അണിനിരന്നിരുന്നത്. ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് അവിടെ ഒന്നും നേടിയെടുക്കാൻ കഴിയാത്ത ഒരു കാലഘട്ടമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള കാലഘട്ടം. ഈ കാലഘട്ടങ്ങളിൽ ഇന്ത്യ രണ്ട് ചേരികളിലും ചേരാതെ നിഷ്പക്ഷമായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇന്ത്യ അമേരിക്കയുടെ കൂടെയും ചേർന്നില്ല, അതുപോലെ സോവിയറ്റ് യൂണിയന്റെ കൂടെയും ചേർന്നില്ല. ഇന്ത്യ ഒറ്റയ്ക്ക് നിൽക്കാനാണ് തീരുമാനിച്ചത്. നിഷ്പക്ഷമായിട്ടാണ് നിന്നത്. ഈ നയത്തെ ചേരിചേരാ നയം എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു നയത്തെയാണ് ചേരിചേരാ നയം എന്ന് പറയുന്നത്. അതുപോലെ അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും സൈനിക സഖ്യത്തിൽ ഒന്നിലും ചേരാതെ ദേശീയ സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ട് വിദേശ കാര്യങ്ങൾക്ക് കൈകാര്യം ചെയ്യുന്നതിനാണ് ചേരിചേരാ നയത്തിന്റെ ലക്ഷ്യം ഉണ്ടായിരുന്നത്. എന്നൂടി പറയാം. അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റെയും സൈനിക സഖ്യത്തിൽ ഒന്നിലും ചേരാതെ ദേശീയ സ്വാതന്ത്ര്യം നിലനിർത്തിക്കൊണ്ടാണ്, അതുപോലെ വിദേശ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക എന്നൊക്കെയായിരുന്നു ചേരിചേരാ നയത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. ഈ ചേരിചേരായ്മ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ചേരിചേരായ്മ എന്നത് നിഷ്പക്ഷതയോ അതുപോലെ പ്രശ്നത്തില്
ഇടപെടാതിരിക്കലോ ഒറ്റപ്പെട്ടു നിൽക്കലോ അല്ല. ഏതിലും ചേരാതെ നിന്നെങ്കിലും ചേരിചേരാ നയം എന്നത് നിഷ്പക്ഷമായിട്ടോ ഒരു പ്രശ്നത്തിലും ഇടപെടാതിരിക്കലോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു നിൽക്കുകയോ അല്ല. അങ്ങനെ ഒറ്റപ്പെട്ട ഒരു രാജ്യത്തിൽ നിന്ന് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പുരോഗതികളൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം പുറമെ നിന്ന് ഒരുപാട് അക്രമങ്ങൾ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഒറ്റക്ക് നിന്നിട്ടില്ല. എന്നാലും ചില കാര്യങ്ങളിൽ ഇന്ത്യ അവർക്ക് കൂടെ നിന്നിരുന്നു. ഏതെങ്കിലും ഒരു സൈനിക ചേരിയോട് കൂറില്ലാത്ത അന്തർദേശീയ പ്രശ്നങ്ങളിൽ ഓരോന്നിന്റെയും ശരിയും തെറ്റും നോക്കി തീരുമാനമെടുക്കാൻ ഈ നയങ്ങൾ ഇന്ത്യയെ സഹായിച്ചിരുന്നു. ഇന്ത്യ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് സ്വീകരിച്ചിരുന്നില്ല. ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ചില നിലപാടുകൾ ഉണ്ടായിരുന്നു. ആ നിലപാടുകൾക്ക് അനുസരിച്ച് മാത്രമാണ് ഇന്ത്യ പ്രവർത്തിച്ചിരുന്നത്. എന്നാൽ അമേരിക്കയുടെ കൂടെയും സോവിയറ്റ് യൂണിയന്റെ കൂടെയും കൃത്യമായിട്ട് ചേർന്ന് അവരുടെ കാര്യങ്ങൾ മുഴുവൻ അല്ലെങ്കിൽ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അനുസരിക്കാനും ഇന്ത്യ തയ്യാറായിരുന്നില്ല. ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ചില നിലപാടുകൾ ഉണ്ടായിരുന്നു. ചില ശരികളും ചില തെറ്റുകളും ഉണ്ടായിരുന്നു. അതെല്ലാം കൃത്യമായി മനസ്സിലാക്കുകയും അതിനുശേഷം മാത്രമാണ് ഇന്ത്യ ചില നിലപാടുകൾ എടുത്തിരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിലെ വികസന രാഷ്ട്രങ്ങളിൽ നിന്ന് ഈ നയത്തിന് വലിയ പിന്തുണയാണ് ലഭിച്ചിരുന്നത്. വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് രാഷ്ട്രങ്ങൾ ഉണ്ടായിരുന്നു. ആ രാഷ്ട്രത്തിൽ നിന്നൊക്കെ ഇന്ത്യക്ക് വൻ പിന്തുണ കിട്ടിയിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് അന്ന് ഉണ്ടായിരുന്നത്. ഈ ചേരിചേരാ നയം അതിന്റെ സ്ഥാപകര് എന്ന് പറയുന്നത്, ചേരിചേരാ നയം ഉണ്ടാക്കാനുണ്ടായ പ്രധാന കാരണം ആരൊക്കെയാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം. അടുത്തത് പറയുന്നത് ജവഹർലാൽ നെഹ്റു, അതുപോലെ യൂഗോസ്ലാവിയ പ്രസിഡന്റ് ആയിരുന്ന ടിറ്റോ, അതുപോലെ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന നാസർ. ഇവരായിരുന്നു ഈ ചേരിചേരാ നയത്തിന്റെ പ്രധാന വക്താക്കളായിട്ട് പറയുന്നത്. ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ നിന്നാണ്. യൂഗോസ്ലാവിയന്റെ പ്രസിഡന്റ് ആയിരുന്ന ആളായിരുന്നു ടിറ്റോ ആ സമയത്ത്. അതുപോലെ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് ആയിരുന്നു നാസർ. ഇവര് 3 പേരും, ജവഹർലാൽ നെഹ്റു, ടിറ്റോയും നാസറും കൂടി ചേർന്നുകൊണ്ടാണ് ചേരിചേരാ നയം കൊണ്ടുവന്നത്. അതിനുശേഷമാണ് പിന്നീട് ആ ഒരു പ്രസ്ഥാനം എല്ലാവരും അറിയുന്നതും അതില് എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങളായിരുന്നു അതിന്റെ ലക്ഷ്യങ്ങള്, എങ്ങനെയൊക്കെയാണ് ഓരോ രാജ്യങ്ങളും ചേരിചേരാ നയത്തില് പിന്തുടർന്ന് പോകുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. അടുത്ത നമ്മൾ പറയുന്നത് ഐക്യരാഷ്ട്ര സംഘടനക്ക് ഇന്ത്യ പിന്തുണ നൽകിയിരുന്നോ എന്നുള്ളതാണ്. ഐക്യരാഷ്ട്ര സംഘടനയ്ക്ക് ഇന്ത്യ കൂടുതലും പിന്തുണ ലഭിച്ചിരുന്നു. ഇന്ത്യയുടെ പിന്തുണ കൂടുതലായിട്ടും ഉണ്ടായിരുന്നു. അതിനുണ്ടായ കാരണങ്ങള് ലോകരാഷ്ട്രത്തില് സമാധാനപരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കാര്യമായിട്ടാണ് ഐക്യരാഷ്ട്ര സംഘടനയെ ഇന്ത്യ കണ്ടത്. ലോക രാഷ്ട്രങ്ങളിലെ സമാധാനവും സുരക്ഷിതയും കൊണ്ടുവരുന്നത് UN ആണ്, അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയാണ് എന്നുള്ളത് ഇന്ത്യക്ക് ബോധ്യപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ ഐക്യരാഷ്ട്ര സഭയുടെ ഏകദേശം 51 രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയായി മാറാൻ ഇന്ത്യക്ക് സാധിച്ചു. ഐക്യരാഷ്ട്ര സഭയുടെ 51 രാജ്യങ്ങളുണ്ട്. 51 രാജ്യങ്ങൾ അതില് ഉൾപ്പെട്ടിട്ടുണ്ട്. അതിലൊരു രാജ്യം ഇന്ത്യയായിരുന്നു. അടുത്തത് രാജ്യങ്ങൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കണമെന്ന് ഇന്ത്യ UN ആവശ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സഭയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, അത് ആര് കൈകാര്യം ചെയ്യും എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇന്ത്യ ആവശ്യപ്പെട്ടത് ഐക്യരാഷ്ട്ര സംഘടന അത് പരിഹരിച്ചു കൊടുക്കണം എന്നുള്ളതായിരുന്നു. അതുപോലെ തന്നെ വികസന രാഷ്ട്രങ്ങളുടെ വികസനങ്ങളിൽ പങ്കുവഹിക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളെ നമ്മൾ വികസ്വര രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വികസ്വര രാജ്യങ്ങളിലെ, അല്ലെങ്കിൽ ഇന്ത്യ ആദ്യഘട്ടങ്ങളിലെ വികസ്വര രാജ്യമായിരുന്നു, വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമായിരുന്നു. ആ കാലഘട്ടങ്ങളില് അത്തരത്തിലുള്ള വികസ്വര രാജ്യങ്ങൾക്ക് സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ നൽകി, സംരക്ഷണവും ഒക്കെ നൽകി അവരെ മുന്നോട്ട് കൊണ്ടുവരണം, അവരെ വികസിത രാജ്യങ്ങളായിട്ട് മാറ്റണം എന്നുള്ളത്
UN അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സഭയോട് ആവശ്യപ്പെട്ടത് ഇന്ത്യയായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇന്ത്യക്ക് ഒരുപാട് കാര്യങ്ങള് ഐക്യരാഷ്ട്ര സഭയോട് ചെയ്യിക്കേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇന്ത്യയും ഐക്യരാഷ്ട്ര സംഘടനയും തമ്മിൽ ഒരുപാട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത്. അങ്ങനെ അന്തർദേശീയ സമാധാനത്തിനും സുരക്ഷിതത്തിനും മുഖ്യ പങ്ക് വഹിക്കുന്നത് UN സെക്യൂരിറ്റി കൗൺസിൽ ആയിരുന്നു, അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ ആയിരുന്നു അന്തർദേശീയ സമാധാനത്തിനും സുരക്ഷയ്ക്കും കൂടുതൽ ഊന്നൽ നൽകിയിരുന്നത്. അന്താരാഷ്ട്ര സമാധാനത്തിനും സുരക്ഷിതത്തിനും കൂടുതൽ പങ്ക് വഹിച്ചിരുന്നത് ഐക്യരാഷ്ട്ര സഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ ആയിരുന്നു. അടുത്തത് പറയുന്നത് അതില് ഈ സെക്യൂരിറ്റി കൗൺസിലിന്റെ സ്ഥിരം അംഗത്വം ലഭിക്കാൻ യോഗ്യതയുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറി എന്നുള്ളതാണ്. സെക്യൂരിറ്റി കൗൺസിലിന്റെ സ്ഥിരം അംഗത്വം ലഭിക്കാൻ വേണ്ടി അത്രമാത്രം യോഗ്യതയുള്ള ഒരു രാജ്യമായിട്ട് ഇന്ത്യ മാറി. ഇന്ത്യക്ക് അതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. ഇന്ത്യ അതിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യയെ സെക്യൂരിറ്റി കൗൺസിലിന്റെ ഒരു സ്ഥിരം അംഗത്വ രാജ്യമായിട്ട് ഇന്ത്യയെ അതിലേക്ക് ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അതില് പറയാനുണ്ട്. ഇതോടുകൂടി നമ്മളുടെ ഈ ഒരു അധ്യായം അവസാനിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. താങ്ക് യു.